തങ്ങൾക്കോ അടുപ്പക്കാർക്കോ ഇഷ്ടമില്ലാത്തവരെ അത് രാജ്യങ്ങളോ വ്യക്തികളോ ഒക്കെ ആകാം അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക എന്നതൊരു അമേരിക്കയുടെ സ്ഥിരം കലാപരിപാടിയാണ്, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ജഡ്ജിമാർക്കെതിരെ ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയത് അതിന്റെ ഭാഗമായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായിരുന്നു അന്ന് ട്രംപിനെ ചൊടിപ്പിച്ചത്. ആ പട്ടികയിലേക്ക് ഇപ്പോഴിതാ പുതിയൊരു പേര് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ഫലസ്തീൻ പ്രവിശ്യകളിലെ മനുഷ്യാവകാശങ്ങളുടെ തൽസ്ഥിതി പരിശോധിക്കാൻ ഐക്യരാഷ്ട്രസഭ ചുമതലപ്പെടുത്തിയ പ്രത്യേക റാപ്പോർട്ടർ ഫ്രാൻസിസ്ക ആൽബനീസിനെതിരെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഉപരോധ നടപടി. അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറിയ ഈ UN പ്രതിനിധി ആരാണ്? എന്താണ് ട്രംപ് ഭരണകൂടത്തെ ഇത്രമാത്രം പ്രകോപിപ്പിച്ചത്? പരിശോധിക്കാം. ഇൻ ഡെപ്തിലേക്ക് സ്വാഗതം. അഭിഭാഷകയും അന്താരാഷ്ട്ര നിയമത്തിൽ അക്കാദമിക വിദഗ്ധയുമായ ഫ്രാൻസിസ്ക ആൽബനീസ് 2022 UN-ന്റെ ഫലസ്തീനിലേക്കുള്ള പ്രത്യേക പ്രതിനിധിയായി നിയമിക്കപ്പെടുന്നത്. പ്രധാനമായും വെസ്റ്റ് ബാങ്ക്, ഗസ ഉൾപ്പെടെയുള്ള ഫലസ്തീൻ മേഖലകളിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ നിരീക്ഷിക്കുകയും UN-ന് റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് ഫ്രാൻസിസ്കയുടെ ചുമതലകൾ. ഇസ്രായേലി അധിനിവേശത്തിനു കീഴിൽ ഫലസ്തീനികളുടെ അവസ്ഥ പരിശോധിക്കുക എന്ന UN-ന്റെ ഉദ്ദേശത്തിന്റെ ഭാഗമായിരുന്നു ആ നിയമനം. ചുമതല ഏറ്റെടുത്ത അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ രൂക്ഷ ഭാഷയിലാണ് ഫ്രാൻസിസ്ക വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഗസയിലെ ഇസ്രായേലി നടപടികളെ വംശഹത്യ എന്ന് വിളിക്കാൻ ഫ്രാൻസിസ്ക ഒരിക്കലും മടിച്ചിരുന്നില്ല. 2024 UN മനുഷ്യാവകാശ കൗൺസിലിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇസ്രായേലിന്റെ നടപടികൾ വംശഹത്യയാണെന്ന് വിശ്വസിക്കാനാവശ്യമായ തെളിവുകളുണ്ടെന്ന് ഫ്രാൻസിസ്ക ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊക്കെ ഇസ്രായേലിന്റെയും അവരുടെ രക്ഷകരായ അമേരിക്കയുടെയും എതിർപ്പ് ഫ്രാൻസിസ്കയ്ക്ക് നേടിക്കൊടുത്തിട്ടുമുണ്ട്. ആ വിയോജിപ്പ് തന്നെയാണ് അമേരിക്കയുടെ ഉപരോധ നടപടിയുടെ അടിസ്ഥാനവും. ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തുന്നുവെന്ന ഫ്രാൻസിസ്കയുടെ റിപ്പോർട്ടുകളെയും പ്രസ്താവനകളെയും ഉദ്ധരിച്ചാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലവിലെ ഉത്തരവ്. 2025 ജൂണിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇസ്രായേലിന്റെ വംശഹത്യയെ പിന്തുണയ്ക്കുന്ന ആയുധ നിർമ്മാതാക്കളും ബാങ്കുകളും ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര കോർപ്പറേഷനുകളെ ഫ്രാൻസിസ്ക പേരെടുത്ത് പരാമർശിച്ചിരുന്നു. US ടെക് ഭീമന്മാരായ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പേരുകളും ആ പട്ടികയിലുണ്ടായിരുന്നു. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേൽ സൈനിക നടപടികൾക്ക് കുടപിടിക്കുന്നതിലൂടെ ഈ വമ്പന്മാരും നേട്ടം കൊയ്യുകയാണ് എന്നായിരുന്നു ഫ്രാൻസിസ്കയുടെ റിപ്പോർട്ട്. കൂടാതെ UN അംഗരാജ്യങ്ങളോട് ഇസ്രായേലിനെതിരെ ഉപരോധമേർപ്പെടുത്താനും സൈനിക വ്യാപാരം നിർത്താനും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഗസയിലെ യുദ്ധക്കുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കിടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിച്ച ഇറ്റലി, ഫ്രാൻസ്, ഗ്രീസ് എന്നീ രാജ്യങ്ങളെയും ഫ്രാൻസിസ്ക പരസ്യമായി വിമർശിച്ചിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് നിലവിലെ ഉപരോധങ്ങൾ കൂടി അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. ഫ്രാൻസിസ്ക അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ രാഷ്ട്രീയ സാമ്പത്തിക യുദ്ധം നടത്തുകയാണെന്നാണ് അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ ആരോപിക്കുന്നത്. അതിനെ വെച്ചുപൊറുപ്പിക്കില്ലെന്നും റൂബിയോ എക്സിൽ കുറിച്ചിരുന്നു. അതേസമയം മാഫിയ സ്റ്റൈൽ ഭീഷണി എന്നായിരുന്നു ഫ്രാൻസിസ്ക അമേരിക്കൻ നടപടികളെ വിശേഷിപ്പിച്ചത്. ഗസ വിഷയത്തിൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളും റിപ്പോർട്ടുകളും അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് നിരീക്ഷകർ ഈ ഉപരോധത്തെ കാണുന്നത്. നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നടപടിയെന്നതും ശ്രദ്ധേയമാണ്.